നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കായണ്ണ മൊട്ടന്തറ ആളൊഴിഞ്ഞ പറമ്പിൽ കോഴി മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ നിയമ നടപടികളുമായി ആരോഗ്യവകുപ്പും പഞ്ചായത്തും. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടിയെന്ന് അധികൃതർ. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും പോലീസും നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അറവ് മാലിന്യം കുഴിച്ചുമൂടി. കായണ്ണ പഞ്ചായത്തിലെ മൊട്ടന്തറ അരട്ടൻകണ്ടി രമേശന്റെ ആൾതാമസമില്ലാത്ത സ്ഥലത്തെ കല്ലുവെട്ടിയ കുഴിയിലാണ് ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ കോഴിമാലിന്യം നിക്ഷേപിച്ചത്. ഇത് കാക്കയും മറ്റും സമീപത്തെ വീട്ടുമുറ്റത്തും കിണറ്റിലും എത്തിയതോടെയാണ് പരിസരവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഉന്നത അധികാരികൾക്ക് റിപ്പോർട്ട് നൽകിയതായും കുമ്മായം ഉപയോഗിച്ച് മാലിന്യം കുഴിച്ചുമൂടാനും നിർദ്ദേശം നൽകിയതായി ഹെൽത്ത് ഇൻസ്പെക്ടർ CC ജാഫർ പറഞ്ഞു. കായണ്ണ പഞ്ചായത്തിൽ 7-ാം വാർഡിൽ അരട്ടൻകണ്ടി രമേശൻ്റെ ആളൊഴിഞ്ഞ പറമ്പിൽ ഇന്നലെ ഒരു 11 മണിയോടുകൂടി പ്രദേശവാസികൾ പരാതി പറയുകയും കോഴി മാലിന്യങ്ങൾ സമീപത്തെ വീടുകളിലെ മുറ്റത്തും മറ്റ് ചിതറി കാക്കകളും മറ്റ് ജീവികളും കൊണ്ടിട്ടായി ഒരു പരാതി ലഭിക്കുകയും തുടർന്ന് അടിയന്തരമായി മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള സംഘം പരിശോധിക്കുകയും ഒരു വലിയ തോതിലുള്ള മാലിന്യം ഒരു കല്ലുവെട്ട് വഴി നിക്ഷേപിച്ചതായി കണ്ടെത്തുകയും മാലിന്യത്തിന് അടിയന്തരമായി പഞ്ചായത്തിൽ വിവരം അറിയിക്കുകയും സമീപവാസികൾക്ക് പ്രശ്നങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അടിയന്തര റിപ്പോർട്ട് പഞ്ചായത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി സ്ഥലമുടമയ്ക്ക് നോട്ടീസ് നൽകുമെന്നും മാലിന്യം തള്ളിയ വാഹനം കണ്ടെത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ശശി പറഞ്ഞു. ഇന്നലെ രാവിലെയാണ് അറവ് മാലിന്യങ്ങളും കോഴി വേസ്റ്റും അരട്ടൻകണ്ടി രമേശൻ എന്നയാൾ വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടതായി അവിടുത്തെ നാട്ടുകാർ പരാതിപ്പെടുന്നു. ആ വിവരം അറിഞ്ഞ ഉടനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി സ്ഥലത്ത് പോയി പരിശോധന നടത്തുകയും അവരിതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് റിപ്പോർട്ട് ചെയ്യുകയും സെക്രട്ടറിക്ക് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ മേലിൽ ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞു. മാലിന്യം കുഴിച്ചുമൂടാൻ JCB കിട്ടാത്തതാണ് കാരണമായതെന്നും JCB എത്തിയപ്പോൾ പ്രതിഷേധക്കാർ തടഞ്ഞുവെന്നും സ്ഥലമുടമയായ രമേശൻ പറഞ്ഞു. ഇത് ഒരു ചെങ്കല്ല് വെട്ടി ഒഴിഞ്ഞൊരു പറമ്പാണ്. ഞങ്ങളത് വിലയ്ക്ക് വാങ്ങിയതാണ്. ഒരു എല്ലാം കൂടെ ഒരു കുടുംബസ്വത്തെല്ലാം കൂടെ ഒരു 10-12 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ രാത്രി കാലങ്ങളിൽ കല്യാണപ്പുരയിലുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടിടലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു റോഡിനൊരു ചങ്ങല ഇട്ടിട്ടില്ലായിരുന്നു. ചങ്ങല ആരോ പൊട്ടിച്ചേർന്നു. അതിനിപ്പം ഞങ്ങളെ ഈ കായണ്ണ പഞ്ചായത്തിലുള്ള ഈ കോഴി വേസ്റ്റിൻ്റെ കടക്കാർ ഇപ്പോൾ ഫ്രഷ് കട്ട് എന്ന് പറഞ്ഞവരാണ് വേസ്റ്റ് എടുക്കൽ. ആ സംവിധാനം ഈ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്ന സംവിധാനം ഇപ്പോൾ ഇവിടെ നിലവിലില്ല. ഇപ്പോൾ പലയിടത്തിലും കൊണ്ടുപോയിട്ട് ഇവരിങ്ങനെ പല ആളും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ പറമ്പിലൊക്കെ ഇട്ട് മൂടുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ കക്കുയി മൂടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചവർ പറഞ്ഞു ഏതായാലും ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് വന്ന് ഇവർക്ക് സാധനം പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഇവിടെ കൊണ്ട് എനിക്ക് ആ മൂടാനുള്ള പൈസ ഞങ്ങൾ കുഴി നിർത്താനുള്ള പൈസ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എടുത്ത് ഇവിടെ കൊണ്ടിട്ട് അത് JCB ഒരു മണിക്കൂർ എടുത്ത പണിയേ ഉള്ളൂ അത് മൂടാൻ. അപ്പോൾ JCB കാരണം ഒരു ഫുൾ പണി ഉണ്ടെങ്കിലേ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം വൈകിപ്പോയി. അത് ഈ കോഴിക്കടയിലെ വേസ്റ്റ് പന്നി ഫാമിലേക്ക് കൊടുത്തിട്ട് അതും കഴിഞ്ഞിട്ടുള്ള ഈ തൂവലാണ്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമല്ല. അതൊരു കാക്ക കൊത്തി വരുന്നതിൻ്റെ മുറ്റത്തിട്ടതിൻ്റെ ഒരു തൂവലിട്ട് കൊണ്ടിട്ട് അതാണ് ഒരു വിഷയത്തിൽ. അതിൻ്റെ അടുത്തൊരു പരിസരത്തൊരു 300-400 മീറ്റർ അടുത്തൊന്നും വീടില്ല. ഒരു കഴിഞ്ഞ പ്രശ്നമാണ്. അതൊരു തെറ്റാണ്. അതിപ്പോൾ ഇങ്ങനെ കുഴി മൂടാൻ ഇവരുടെ പൈസ പോലെ വരുമല്ലോ അതിലങ്ങ് ഇതായിട്ട് തരാം. അറവ് മാലിന്യമാണ് കൂടുതലായാലും കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടിടുന്നത്. കോഴീൻ്റെ അറവ് മാലിന്യം അടുത്തുള്ള കടകളിൽ നിന്നെല്ലാം ശേഖരിച്ചിട്ട് ഇവിടെ കൊണ്ടിട്ട് നമുക്ക് അത് കിണറുകളിൽ ഉണ്ടാകുന്ന
കിണറുകൾ കാക്ക കൊണ്ടിട്ട് അസുഖങ്ങൾ വരാൻ ഇപ്പം കൂടുതലും അസുഖങ്ങൾ മഞ്ഞപ്പിത്തമൊക്കെ ഈ വാർഡുകളിൽ കൂടുതലായിട്ടുണ്ട്. ആൾ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എത്തിച്ചത്. ഈ കഴിഞ്ഞ ദിവസം അടുത്തുള്ള ഒരു വീട്ടിൽ കാക്ക പിന്നെ കോഴി വേസ്റ്റ് കൊത്തി കൊണ്ടിട്ടതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും പിന്നെ സംഘടിച്ചിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കുകയോ പിന്നെ എല്ലാ പരാതിയായിട്ട് എഴുതി ഒപ്പ് ശേഖരിച്ച് പഞ്ചായത്തിലും ഹെൽത്തിലും കൊടുക്കുകയോ അതിൻ്റെ ഭാഗമായിട്ട് ഹെൽത്തിൽ നിന്ന് ആളുകൾ വരികയും പഞ്ചായത്തിൽ നിന്നും എല്ലാവരും വന്ന് പ്രശ്നമായതിനെ തുടർന്നാണ് പോലീസ് എത്തി പിന്നെ ഇവിടെ JCB കൊണ്ടുവന്ന് മണ്ണ് നികത്താൻ നോക്കിയത് തടഞ്ഞതും. ചൊവ്വാഴ്ച JCB ഉപയോഗിച്ച് കുമ്മായം ചേർത്ത് മാലിന്യം കുഴിച്ചുമൂടിയതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.